വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അമിത ആത്മവിശ്വാസം തിരിച്ചടിയായെന്ന് എം.വി. ഗോവിന്ദൻ. സംഘടനാ ദൗർബല്യം വീഴ്ചയായി. കൂടാതെ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പത്മകുമാറിനെ ന്യായീകരിച്ചും എം.വി. ഗോവിന്ദൻ രംഗത്തെത്തി. വിഷയത്തിൽ പങ്ക് വ്യക്തമാക്കണമെന്നും കുറ്റപത്രം ലഭിക്കുന്നതുവരെ നടപടി ഉണ്ടാകില്ലെന്നും എം.വി. ഗോവിന്ദൻ പറയുന്നു. ജനുവരി 15 മുതൽ 22 വരെ ഗൃഹസന്ദർശന പരിപാടികൾ നടത്താനും CPM തീരുമാനിച്ചു. ആദ്യം എം.വി. ഗോവിന്ദന്റെ പ്രതികരണത്തിലേക്ക്. സംഘടന ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുകയല്ലേ. ഏതെങ്കിലും ഒന്നിന് മാത്രം മുഴുവൻ വീഴ്ച, മറ്റൊന്നിന് ഒരു വീഴ്ചയില്ലാതിരിക്കുക എന്നുള്ള നില ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നില വീഴ്ച ഉണ്ടാവുമ്പോൾ എല്ലാ തലങ്ങളിലും പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ വരുത്തി മുന്നോട്ടേക്ക് പോകുമെന്നാണ് അതിൻ്റെ കൃത്യമായ അർത്ഥം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നടപടി എടുക്കുക എന്ന് പറയുന്നത് സംഘടനാപരമായ ഒരു ചുമതല മാത്രമാണ്. അവർ ജനപ്രതിനിധികളൊന്നുമല്ല, അവർ സാധാരണ രീതിയിലുള്ള പാർട്ടി പ്രവർത്തകരാണ്. അതിൽ പ്രധാനപ്പെട്ട പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ പത്മകുമാർ തന്നെയാണ്. പത്മകുമാറിന്റെ പേരിൽ നടപടി എടുക്കണമെങ്കിൽ രണ്ട് കാര്യം സംബന്ധിച്ച് വ്യക്തത വേണം. നിങ്ങൾക്ക് നല്ലതുപോലെ പറയാൻ, പ്രചരണം നടത്താൻ ഞങ്ങളൊരു നടപടി ഉണ്ടായാൽ സ്വർണ്ണക്കൊള്ളക്ക് പാർട്ടി നടപടി എന്ന ഹെഡിങ് ആണ് നിങ്ങൾ ബാനറായിട്ട് വരിക. ഞങ്ങളത് ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ അറിയോ? രണ്ട് കാരണം കൊണ്ടാണ്. ഞാൻ പറയാം ഓരോന്നായിട്ട്. ഒന്നാമത്തെ കാര്യം, ഈ കൊള്ളയുമായി ഇവർക്ക് എന്താണ് ബന്ധം എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയണം. അത് ഇതുവരെ തിരിച്ചറിയണ്ടില്ല. ആർക്കും ഇല്ല, നിങ്ങൾക്കും ഇല്ല, എനിക്കും ഇല്ല. രണ്ടാമത്തെ കാര്യം, ഇത് കൊള്ളയുടെ ഭാഗമല്ല എങ്കിലും അതിൻ്റെ അകത്ത് നോട്ടക്കുറവുണ്ടായോ അല്ലെങ്കിൽ ഗൗരവക്കുറവുണ്ടായോ എന്നുള്ള കാര്യം രണ്ടാമതൊരു ഭാഗമുണ്ട്. ഇതിലേതാ എന്നുള്ളതിനെ സംബന്ധിച്ച് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കാനാവുള്ളൂ. ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അതില്ല. അത് കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾക്ക് വകതിരിവോടെ കൃത്യമായ നിലപാട് സ്വീകരിക്കാം. ആ നിലപാടേ പാർട്ടി സ്വീകരിക്കുള്ളൂ. വീണ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. വീണ, ഈ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിൻ്റെ ഒരു കാരണം ശബരിമല സ്വർണ്ണ കവർച്ചയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് LDFിലെ മറ്റ് ഘടകകക്ഷികൾ CPIയുടെ വിലയിരുത്തലിൽ ശബരിമല വിഷയമായിട്ടുണ്ട്. ഇന്നലെ CPMൻ്റെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്ത് ശബരിമല വിഷയത്തിൽ പാർട്ടി എടുത്ത നിലപാട് താഴെത്തട്ടിൽ തിരിച്ചടിയായി എന്ന് പറയുന്നുണ്ട്. ജനതാദൾ എസ് പോലെയുള്ള ഘടകകക്ഷികൾ, കേരള കോൺഗ്രസ്, ഇവരെല്ലാം ഈ കാര്യം അടിവരയിട്ട് പറയുന്നു. പക്ഷേ ഈ ഘട്ടത്തിലും CPMൻ്റെ മുതിർന്ന നേതാവും മുൻ MLAയുമായ പത്മകുമാറിനെ സംരക്ഷിക്കുന്ന സമീപനം എം.വി. ഗോവിന്ദനും കൂട്ടരും തുടരുകയാണ്. മാത്രമല്ല, പത്മകുമാറിനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള പ്രതികരണം കൂടിയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഈ ശരീരഭാഷയിലും വാക്കുകളിലും കാണാൻ കഴിയുന്നത്. വീണ, തീർച്ചയായും പൊതുവിൽ അത്തരത്തിൽ, അതായത് ശബരിമല സ്വർണ്ണക്കവർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് അത് തിരിച്ചടിയായെന്നുള്ളതും, സ്വർണ്ണക്കവർച്ച വിഷയത്തിൽ CPM നേതാക്കളടക്കം പിടിയിലായപ്പോൾ പാർട്ടി പ്രതികൂട്ടിലായെന്നുള്ളതും, പാർട്ടിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ട് എന്നുള്ളതും പകൽ പോലെ വ്യക്തമാണ്. അത് പൊതുജനങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. പ്രാദേശിക നേതാക്കൾ വോട്ട് അഭ്യർത്ഥനയുമായി തദ്ദേശ തിരഞ്ഞെടുപ്പിന് വീടാന്തരം സന്ദർശിക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികളിൽ നിന്നും CPIയിൽ നിന്നുമൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തലുണ്ട്. തോൽവിക്ക് കാരണം ശബരിമല സ്വർണ്ണക്കവർച്ച തന്നെയാണ് എന്ന് കൃത്യമായി പറയുമ്പോൾ പോലും അത് സമ്മതിക്കുവാൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി തയ്യാറാകുന്നില്ല. ആ ഒരു നിലപാട് തന്നെയാണ്, ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് തന്നെയാണ് ഇന്ന് ഇപ്പോൾ അല്പസമയങ്ങൾക്ക് അകം മാധ്യമങ്ങളെ കണ്ടപ്പോഴും ആ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് പറഞ്ഞത്. മാധ്യമങ്ങളെ പഴിചാരിയും വിമർശിക്കുന്ന തരത്തിലേക്കുമൊക്കെ ആ വിഷയത്തെ കൊണ്ടുപോകുവാനും എം.വി. ഗോവിന്ദൻ ശ്രമിച്ചു. വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമോ എന്നാണ് എം.വി. ഗോവിന്ദൻ ചോദിച്ചത്. തിരിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ പോലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് പത്മകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് തുടർന്നത്. അത് പക്ഷേ മറുഭാഗം ചിന്തിക്കുകയാണെങ്കിൽ ശബരിമല വിഷയം കൃത്യമായിട്ട് പാർട്ടിയുടെ തോൽവിക്ക്, തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായെന്നുള്ള ബോധ്യം എം.വി. ഗോവിന്ദനും മുതിർന്ന നേതാക്കൾക്കടക്കമുണ്ട്. കാരണം പാർട്ടിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു, താഴെത്തട്ടിലും പ്രാദേശിക തലത്തിലും അത് നഷ്ടപ്പെട്ടു എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഗൃഹസന്ദർശനം അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജനുവരി 15 മുതൽ കേരളത്തിലെ എല്ലാ വീടുകളിലും കയറിയിറങ്ങി ഗൃഹസന്ദർശനം നടത്തുമെന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഈ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും BJP കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ശക്തിയായി വളർന്നു വരികയാണ്. മാത്രമല്ല, BJP നേട്ടമുണ്ടാക്കിയത് പലതും CPMന്റെ സ്വാധീന കേന്ദ്രങ്ങളിലാണ്. ഇപ്പോൾ ഉദാഹരണമായി തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തത് CPMൽ നിന്നാണ്. കൊല്ലം, ആലപ്പുഴ പോലെയുള്ള അവരുടെ പരമ്പരാഗത കേന്ദ്രങ്ങളിലേക്ക് BJP കടന്നു വരുന്നു. ഇത്തരം വിഷയങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള പരാമർശം എം.വി. ഗോവിന്ദൻ നടത്തുന്നുണ്ടോ? അതായത് ഈ സംഘടനാ ദൗർബല്യം എന്ന് പറയുന്നത് BJPയുടെ കടന്നുവരവിനെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ CPMന് സംഘടനാ ദൗർബല്യം ഉണ്ടായി എന്ന ന്യായീകരണമാണോ ഇപ്പോൾ പറയുന്നത്?
ഗൗതം, അത്തരത്തിൽ തന്നെയാണ് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതായത് കള്ളപ്രചാരണ വേല നടത്തി എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും എം വി ഗോവിന്ദന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഘടനാ ദൗർബല്യമുണ്ടായി, പ്രാദേശിക തലത്തിൽ വീഴ്ചയുണ്ടായി എന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അതായത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ പോലും അത് നിലനിൽക്കുന്നുണ്ട് എന്ന വ്യക്തത പാർട്ടിയുടെ സെക്രട്ടറിക്കും മുതിർന്ന നേതാക്കൾക്കുമുണ്ട്. അതിന്റെ ഒരു പ്രഹരം തന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. കള്ളപ്രചാരണ വേല നടത്തുന്നു, ബി.ജെ.പിയും കോൺഗ്രസും ഒക്കെ ഒത്തുചേർന്ന് പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ പോലും പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിലയിരുത്തലുണ്ട്. അവർ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതും. അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചു നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഗൃഹസന്ദർശനം അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുവാനും വീണ, എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തെ പറ്റി വിലയിരുത്തുകയാണ് CPM. അമിത ആത്മവിശ്വാസം, സംഘടനാ ദൗർബല്യം തുടങ്ങിയവ തിരിച്ചടിയായി എന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ